നമസ്കാരം. ചെസ് പണ്ഡിതന്മാർ സമനിലയിലേക്കെന്ന് വിലയിരുത്തിയ മത്സരത്തിൽ അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് ചൈനീസ് താരം ഡിങ് ലിറിനെതിരെ ഇന്ത്യൻ താരം ഡി ഗുകേഷ് അട്ടിമറി വിജയം നേടുന്നത്. നിലവിലെ ലോക ചാമ്പ്യനായ ഡിങ് ലിറിനെ തോൽപ്പിച്ചാണ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ വേണ്ട 7.5 പോയിന്റിലേക്ക് ഇന്ത്യൻ താരമെത്തിയത്. വ്യാഴാഴ്ച സമനില വഴങ്ങിയിരുന്നെങ്കിൽ ടൈ ബ്രേക്കർ എന്ന കുരുക്കിലേക്ക് ഗുകേഷിന് ഇറങ്ങേണ്ടി വരുമായിരുന്നു. ഡിങ് ലിറിന് മുൻതൂക്കം ലഭിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന ടൈ ബ്രേക്കറിലേക്ക് പോരാട്ടം നീളേണ്ടതില്ലെന്ന് ഇന്ത്യൻ താരത്തിൻ്റെ നിശ്ചയദാർഢ്യം നിർണായകമായി. അതുതന്നെ മത്സരഫലത്തെ നിർണ്ണയിച്ചു. അട്ടിമറി വിജയത്തോടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്ന പ്രായം കുറഞ്ഞ താരമായി ഗുകേഷ് മാറുകയായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായിരിക്കുകയാണ് ഗുകേഷ്. സമനിലയിലേക്ക് പോകുമെന്ന് തോന്നിച്ച നിർണായക മത്സരത്തിൽ ലിറിന് പിണഞ്ഞ അബദ്ധമാണ് ഗുകേഷിന് തുണയായത്. 55ാമത്തെ നീക്കത്തിലായിരുന്നു ചൈനീസ് താരത്തിന് അസാധാരണമായ പിഴവ് സംഭവിച്ചത്. ലിറിന് ആ സമയത്ത് വെറും 10 മിനിറ്റ് മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ഗുകേഷിന് 1 മണിക്കൂറും ബാക്കിയുണ്ടായിരുന്നു. എതിരാളിയുടെ വീഴ്ച മുതലെടുത്ത ഗുകേഷ് 58ാം നീക്കത്തിലൂടെ വിജയകിരീടം അണിയുകയായിരുന്നു. വാശിയേറിയ പോരാട്ടത്തിൽ 7.5, 6.5 സ്കോറിനായിരുന്നു ഇന്ത്യൻ താരത്തിൻ്റെ വിജയം. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക കിരീടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം കൂടിയാണ് ഡി ഗുകേഷ്. റഷ്യൻ ചെസ് ഇതിഹാസം ഗാരി കാസ്പറോവിൻ്റെ റെക്കോർഡ് തിരുത്തിക്കുറിച്ചാണ് ഗുകേഷ് പ്രായം കുറഞ്ഞ താരമായത്. 1985 റഷ്യയുടെ അന്നത്തെ അനാറ്റോളി കാർപ്രോവിനെ തറപറ്റിച്ചാണ് 22ാം വയസ്സിൽ ഗാരി കാസ്പറോവ് ചരിത്രം കുറിച്ചത്. സിംഗപ്പൂരിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലെ ആദ്യ റൗണ്ടിൽ ഡിങ് ലിറിനാണ് വിജയം കണ്ടത്. 3ാം ഗെയിമിൽ ഗുകേഷും വിജയം കണ്ടു. പിന്നീട് തുടർച്ചയായി 7 ഗെയിമുകൾ സമനിലയിൽ കലാശിക്കുകയായിരുന്നു. ഒടുവിൽ 12ാം ഗെയിമിൽ വിജയം കണ്ട് ചൈനീസ് താരം മുന്നിലെത്തി. കഴിഞ്ഞ ദിവസം നടന്ന 13ാം ഗെയിമും സമനിലയിൽ പിരിഞ്ഞതോടെ ഇന്ന് അതിനിർണായകമാവുകയായിരുന്നു. 14ാം ഗെയിമിലെ വിജയ് ലോക ജേതാവ് കൂടിയാകുമെന്ന് ഉറപ്പായിരുന്നു. 18-കാരനായ ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ഉറപ്പിച്ചതോടെ റഷ്യൻ ചെസ് ഇതിഹാസ താരം ഗാരി കാസ്പറോവിൻ്റെ റെക്കോർഡും പഴങ്കഥയായി. ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഗുകേഷ് മാറി. 18 വയസ്സും 8 മാസവും 14 ദിവസവുമാണ് ഗുകേഷിൻ്റെ പ്രായം. ലോക ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ 1ാം പോരാട്ടം ഡിങ് വിജയിച്ചപ്പോൾ 3ാം ഗെയിം ജയിച്ചായിരുന്നു ഗുകേഷ് ആദ്യം തിരിച്ചടി നൽകിയത്. പിന്നീട് 10ാം ഗെയിം വരെ എല്ലാം സമനില മാത്രം. എന്നാൽ 11ാം ഗെയിമിൽ ഗുകേഷ് വീണ്ടും അത്ഭുതം കാണിച്ചു. ചൈനീസ് താരത്തെ പിന്നിലാക്കി ഗുകേഷ് മുന്നിലെത്തി. 12ാം ഗെയിമിൽ ഇന്ത്യൻ താരം പിന്നിലായതോടെ പോയിന്റ് നില 6-6. ഇതോടെ 13-14 ഗെയിമുകളിലേക്കായി എല്ലാ കണ്ണുകളും. 13ാം ഗെയിം സമനിലയിലായപ്പോൾ ഡിങ് ലിറിന് മുൻതൂക്കം പ്രവചിച്ചവർ ഏറെയാണ്. എന്നാൽ പ്രവചനങ്ങൾ കാറ്റിൽ പറത്തുന്ന ശീലം ഗുകേഷ് ഒരിക്കൽ കൂടി ആവർത്തിച്ചപ്പോൾ സിംഗപ്പൂരിൽ ചരിത്രം പിറന്നു. നേരത്തെ ആവേശം അവസാന റൗണ്ട് വരെ നീണ്ട കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ജേതാവായിട്ടാണ് ദൊമരാജു ഗുകേഷ് ലോക ചാമ്പ്യനെ നേരിടാൻ യോഗ്യത നേടിയത്. ഇതോടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അർഹത നേടുന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ജേതാവാകുന്ന പ്രായം കുറഞ്ഞ താരമായി ഗുകേഷ് മാറിയിരുന്നു. 7ാം വയസ്സിൽ കരുനീക്കം തുടങ്ങിയ ഗുകേഷ് ലോക റാങ്കിങ്ങിൽ തന്നേക്കാൾ മുന്നിലുള്ള 5 പേരെ പിന്തള്ളിയാണ് ലോക ചാമ്പ്യനെ നേരിടാൻ യോഗ്യത നേടിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമായിരുന്നു ഗുകേഷ്. വേരുകൾ ആന്ധ്രാപ്രദേശിലാണെങ്കിലും ഇന്ത്യൻ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദിന്റെ ദേശമായ ചെന്നൈയിൽ നിന്ന് തന്നെയാണ് ഗുകേഷിൻ്റെ വരവും. ആനന്ദിൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വനാഥൻ ആനന്ദ് വെസ്റ്റ് ബ്രിഡ്ജ് ആൻഡ് ചെസ് അക്കാദമിയുടെ സന്തതിയാണ്. 2020 മുതൽ ഇവിടെ പരിശീലിക്കുന്നു. ചെന്നൈയിലെ വേലമാൽ വിദ്യാലയ സ്കൂളിൽ പഠിക്കവേ 7ാം വയസ്സിൽ ചെസ് കളി തുടങ്ങി. 12 വയസ്സും 7 മാസവും 17 ദിവസവുമായപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തി. 2750 എലോ റേറ്റിംഗ് നേടുന്ന പ്രായം കുറഞ്ഞയാളും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 3ാമത്തെ പ്രായം കുറഞ്ഞ താരവുമായി. ഈ വിജയത്തിലൂടെ 40 വർഷം പഴക്കമുള്ള ഗാരി കാസ്പറോവിൻ്റെ റെക്കോർഡ് ഗുകേഷ് മറികടക്കുകയായിരുന്നു. 2015 അണ്ടർ 9 ഏഷ്യൻ സ്കൂൾ ചെസ് വിജയം നേടിയ ഗുകേഷ് 2018 വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പ് വിജയം നേടി. ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണം. 2019 ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചു. 2021 ജൂലിയസ് ബെയർ ചാലഞ്ചേഴ്സ് വിജയം. 2022 ഏഷ്യൻ ഗെയിംസിൽ ടീം ഇനത്തിൽ വെള്ളി. ചെസ് ഒളിമ്പ്യാഡിൽ 1ാം ബോർഡിൽ സ്വർണ്ണ മെഡൽ. 2700 എലോ റേറ്റിംഗ് മറികടന്നു. ലോക ചാമ്പ്യനായ ശേഷം മാഗ്നസ് കാൾസനെ തോൽപ്പിക്കുന്ന പ്രായം കുറഞ്ഞ താരമായി.